സത്യവും അസത്യവും ഒരു വഴി നടക്കാൻ പോയി. പോകുന്ന വഴിയിൽ സത്യം പുഴയിൽ കുളിക്കാൻ ഇറങ്ങി, അസത്യവും കൂടെ കുളിക്കാൻ ഇറങ്ങി. സത്യം സമയമെടുത്ത് കുളിച്ചപ്പോൾ അസത്യമാകട്ടെ തിടുക്കത്തിൽ കുളിച്ചു കയറി. കരയിൽ വന്ന് സത്യത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്നുപോയി. സത്യം കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ തൻ്റെ വസ്ത്രത്തിന് പകരം അസത്യത്തിന്റെ വസ്ത്രം മാത്രം അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ സത്യം ഇങ്ങനെ പറഞ്ഞു: അസത്യത്തിന്റെ വസ്ത്രമണിഞ്ഞ് ഒരു കള്ളനാകാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ വസ്ത്രം തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ നഗ്നനായി തന്നെ മറഞ്ഞിരിക്കും. അന്നു മുതൽ നഗ്നസത്യമുണ്ടായി. അസത്യമാകട്ടെ സത്യത്തിന്റെ തുണി ഉടുത്തുകൊണ്ട് ജനമധ്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഥ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂരിപക്ഷത്തിനും അപ്രിയമായേക്കാവുന്ന ചില സത്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. CBI കോടതിയുടെ ശിക്ഷാവിധിയിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദ ഇൻഫേമസ് അഭയ കേസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി മാറിയിട്ട് 3 പതിറ്റാണ്ടുകളാകുന്നു. ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരു വൈദികനും കന്യാസ്ത്രീയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂരിപക്ഷം ക്രൈസ്തവരും ഈ വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ അക്രൈസ്തവരും നിരീശ്വരവാദികളെന്ന് അവകാശപ്പെടുന്നവരുമായ ചില മനുഷ്യർ വിധിയിലെ നീതിന്യായങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി തുടങ്ങി. കോടതി വിധിയെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോഴും പ്രസ്തുത വിധിന്യായം അവശേഷിപ്പിക്കുന്ന സംശയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ മനസാക്ഷിയുള്ള ആർക്കും സാധിക്കുകയില്ല. അഭയ കേസിൻ്റെ നാൾ വഴികളിൽ പൊതുസമൂഹം കാണാത്തതും കേൾക്കാത്തതുമായ വസ്തുതകളിലൂടെ ഷെക്കേന ടെലിവിഷൻ നടത്തുന്ന നിഷ്പക്ഷമായ അന്വേഷണ പരമ്പരയുടെ 1-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അഭയ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പൊതുജന മനസ്സുകളിൽ രൂപപ്പെടുത്തിയ ധാരണകൾ പലരെയും വീരപുരുഷന്മാരാക്കി മാറ്റി. സത്യത്തിൽ അവർ അങ്ങനെയാണോ? ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ പ്രതികളോ അതോ നിരപരാധികളോ? 1992 മാർച്ച് 27 രാവിലെ കോട്ടയം BCM കോളേജ് 2-ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സിസ്റ്റർ അഭയെ കോട്ടയം പൈസ്റ്റൻത് കോൺവെന്റ് വളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവം നടക്കുമ്പോൾ പൈസ്റ്റൻത് കോൺവെന്റിൽ 20 സിസ്റ്റേഴ്സും BCM കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഉൾപ്പെടെ 123 താമസക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കോൺവെന്റിലെ മദർ സുപ്പീരിയറിന്റെ പരാതിയിൽ അഭയയുടെ മരണത്തെ തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ASI BB അഗസ്റ്റിനാണ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത്. CBI കുറ്റപത്രത്തിൽ BB അഗസ്റ്റിൻ അഭയയുടെ മരണം ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നുവെന്ന ആരോപണമുണ്ടായിരുന്നു. എന്നാൽ പ്രതികളുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട്
ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ നിരീക്ഷണം ഇങ്ങനെയാണ്. ലോക്കൽ പോലീസ് ഈ മരണത്തെ സംബന്ധിച്ച് അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. അഭയയുടെ മരണം ആത്മഹത്യയാണോ നരഹത്യയാണോ എന്ന നിഗമനങ്ങളിൽ ഒന്നിലും എത്തിയിരുന്നുമില്ല. 2 സാധ്യതകളും അവർ പരിഗണിച്ചിരുന്നു. എന്നാൽ BB അഗസ്റ്റിൻ ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് CBI കുറ്റപത്രം. അഗസ്റ്റിൻ 2 ദിവസം മാത്രമേ കേസ് അന്വേഷിച്ചിട്ടുള്ളൂ. അഭയ ആത്മഹത്യ ചെയ്യില്ലെന്നും അതിനുള്ള കാരണങ്ങൾ ഇല്ലെന്നുമാണ് അഗസ്റ്റിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നടന്നത് കൊലപാതകമാണെന്ന മട്ടിലാണ് അഗസ്റ്റിൻ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1992 മാർച്ച് 28 അഗസ്റ്റിൻ്റെതായ അവസാന എൻട്രി ഇങ്ങനെയാണ്. കാണരുതാത്തത് എന്തെങ്കിലും അഭയ അന്ന് രാവിലെ കണ്ടിരിക്കാം. അഭയ തന്നെ തിരിച്ചറിയുമെന്ന് തോന്നിയ ആരെങ്കിലും അഭയയുടെ മരണത്തിന് കാരണമായ എന്തെങ്കിലും ചെയ്യുകയും അവരെ കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തിരിക്കാം. 2 ദിവസം കൊണ്ട് 24 സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കുകയും കൊലപാതകമാണെന്ന മട്ടിൽ കേസ് മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. കൊലപാതകത്തിൻ്റെ ഒരു സാങ്കല്പിക ചിത്രവും അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയിൽ ഉണ്ടായിരുന്നു. പ്രാരംഭം മുതലേ കേസ് മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നും അഭയയുടെ മരണം ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചുവെന്നുമൊക്കെയുള്ള പലരുടെയും ആരോപണങ്ങളുടെ മുനയൊടിയിക്കുന്നവയാണ് മേൽപ്പറഞ്ഞ രേഖാതെളിവുകൾ. കേസിൻ്റെ സ്വഭാവവും ഗൗരവവും പരിഗണിച്ച് 1992 ഏപ്രിൽ 12 കോട്ടയം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് വീണ്ടും രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടക്കുമ്പോൾ KJ ജോസഫ് IPS ആയിരുന്നു ക്രൈംബ്രാഞ്ച് DIG. അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന K. സാമുവൽ. ടീമിലുണ്ടായിരുന്നവർ ശശിധരൻ, മുഹമ്മദ് ഖാൻ എന്നിവരും കോട്ടയം SP KT മൈക്കിളിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. ഏകദേശം 10 മാസത്തോളം നടത്തിയ അന്വേഷണത്തിന് ശേഷം 1993 ജനുവരി 30 ക്രൈംബ്രാഞ്ച് കോട്ടയം SDM മുമ്പാകെ സിസ്റ്റർ അഭയയുടെ മരണം വെള്ളത്തിൽ ചാടിയുള്ള ആത്മഹത്യയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. 1993 മാർച്ച് 29 CBI അഭയ കേസ് ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട CBI കോടതിയുടെ ശിക്ഷാവിധി ന്യായത്തിൽ സിസ്റ്റർ അഭയയുടെ പിതാവിൻ്റെ അപേക്ഷയും പൊതുവികാരവും കണക്കിലെടുത്താണ് കേസ് CBIക്ക് നൽകിയത് എന്ന പരാമർശമുണ്ട്. എന്നാൽ വാസ്തവം എന്താണ്? CMC മദർ സുപ്പീരിയർ സിസ്റ്റർ ബെനിക്കാസിയായും 69 കന്യാസ്ത്രീകളും ഒപ്പിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരന് നൽകിയ നിവേദനത്തിൽ അഭയ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും മരണം കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 1993 മാർച്ച് 29 CBI FIR രജിസ്റ്റർ ചെയ്തത് എന്ന് ജസ്റ്റിസ് ഹേമയുടെ ജാമ്യ വിധിന്യായത്തിലുണ്ട്. സിസ്റ്റേഴ്സാണ് CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് എന്നത് സ്പഷ്ടമാണെങ്കിലും അത്തരമൊരു അന്വേഷണം ആവശ്യപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? അഭയ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് അപ്രകാരം പുറത്തറിയുന്നത് സന്യാസിനി സമൂഹത്തിന് അപമാനകരമാണെന്ന് അവർ കരുതിയിരുന്നു. അടുക്കളയിൽ കണ്ടെത്തിയ അഭയയുടെ ശിരോവസ്ത്രവും ചെരുപ്പുകളും മറ്റ് അലങ്കോലപ്പെട്ട അവസ്ഥകളും അസ്വാഭാവികമായിരുന്നു താനും. സിസ്റ്റർ അഭയയുടെ മരണത്തിന് കാരണക്കാരാകാമെന്ന ചിന്തയിൽ അന്നത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്യു തന്നെ ചിലരുടെ പേരുകൾ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തുകയും അവരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആലപ്പുഴ ബീച്ചിൽ നിന്നും 4 ആൺകുട്ടികളോടൊപ്പം
പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 പെൺകുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ഹോസ്റ്റൽ അധികൃതർക്ക് ഈ ആൺകുട്ടികളുടെ ഭീഷണികൾ ഉണ്ടായിരുന്നു. അവർ അഭയുടെ മരണത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന സംശയം കന്യാസ്ത്രീകൾ പ്രകടിപ്പിച്ചിരുന്നു. അതിൽ 2 പേർ പിന്നീട് അപ്രത്യക്ഷരാവുകയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ ഒരാൾ ഇപ്പോഴും തിരോധാനത്തിലാണ്. 1993 മാർച്ച് 29 CBI DYSP വർഗീസ് പി തോമസ് അന്വേഷണം ഏറ്റെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. 9 മാസങ്ങൾക്ക് ശേഷം 93 ഡിസംബർ ആദ്യവാരത്തിൽ അഭയ കേസിൻ്റെ അന്വേഷണ ചുമതല വർഗീസ് പി തോമസിൽ നിന്ന് മാറ്റി CBI ഇൻസ്പെക്ടർ CK ബാലകൃഷ്ണൻ നായരെ ഏൽപ്പിച്ചു. അദ്ദേഹം പ്രത്യേകിച്ച് കേസിൽ നടപടികൾ ഒന്നും എടുത്തില്ല. പിന്നീട് 1993 ഡിസംബർ 30 ഉത്തരവ് പ്രകാരം DYSP KV ഹരിവത്സനായിരുന്നു ചുമതല. അങ്ങനെ ഏകദേശം 3 വർഷത്തോളം നീണ്ടുനിന്ന CBI അന്വേഷണത്തിൻ്റെ ഒടുവിൽ 1996 ഡിസംബർ 5 AK ഓഹ്രി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഇതാണ് CBIയുടെ ആദ്യത്തെ അന്തിമ റിപ്പോർട്ട്. മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പാക്കാൻ സാധിച്ചില്ല എന്നതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നായിരുന്നു അന്തിമ റിപ്പോർട്ടിലെ അപേക്ഷ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് തള്ളുകയും സത്യസന്ധമായി കേസ് തുടർന്നും അന്വേഷിക്കാൻ CBIയോട് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു പറയാനും CBIയുടെ ആദ്യ അന്വേഷണം ആത്മഹത്യ എന്ന സാധ്യതയ്ക്ക് മുൻതൂക്കം നൽകി അവസാനിപ്പിക്കാനും കൃത്യമായ കാരണങ്ങളുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാരണം അത് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള പ്രബലമായ യാതൊരു തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് കാരണങ്ങൾ തികച്ചും ശാസ്ത്രീയമാണ്. പോലീസ് സർജൻ ഡോക്ടർ C രാധാകൃഷ്ണന്റെ നിഗമനം അഭയയുടെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു. അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമാദത്തന്റെ കണ്ടെത്തൽ ബാംഗ്ലൂർ നിംഹാൻസിലെ മാനസിക ആരോഗ്യ വിഭാഗം നടത്തിയ പഠനത്തിന്റെ ഫലവും അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യക്കാണ് കൂടുതൽ സാധ്യത നൽകിയിരുന്നത്. 6ഓളം മുറിവുകളാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. ഈ മുറിവുകളല്ല മരണകാരണം. വെള്ളം കുടിച്ചാണ് മരിച്ചത്. ഇതിൽ നിന്നും കിണറ്റിൽ വീഴുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവയ്ക്കെല്ലാം പുറമെ ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ നടത്തിയ ഒരു നിരീക്ഷണവും സുപ്രധാനമാണ്. അഭയയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ കേരളത്തിന് പുറത്തു നിന്നുള്ള ഡോക്ടർ SK പതക് ജയ്പൂർ, ഡോക്ടർ മഹേഷ് വർമ്മ ജയ്പൂർ, ഡോക്ടർ GR ഭാസ്കർ ഹൈദരാബാദ് എന്നിവരുടെ അഭിപ്രായം CBI തേടിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷവും CBI എത്തിയ നിഗമനം അഭയയുടെ മരണം കൊലപാതകമാണോ എന്ന കാര്യത്തിൽ വൈദ്യശാസ്ത്ര അഭിപ്രായം ഏകകണ്ഠമല്ല എന്നുള്ളതാണ്. CBI കുറ്റപത്രത്തിലെ മറ്റൊരു ആരോപണമാണ് ക്രൈംബ്രാഞ്ച് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം 1993 ജനുവരി 30 അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിന്നീടാണ് സിസ്റ്റേഴ്സിൻ്റെ പരാതിയിൽ ഗവൺമെൻറ് ഇടപെട്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്.
SP ത്യാഗരാജൻ്റെ മേൽനോട്ടത്തിൽ വർഗീസ് പി തോമസിനായിരുന്നു അന്വേഷണ ചുമതല. 1993 മാർച്ച് 29 കേസ് ഏറ്റെടുത്ത വർഗീസ് പി തോമസ് പ്രസ്തുത വിവരം കോടതിയെ ധരിപ്പിക്കുകയോ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം സമാപിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ CBI അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് കോടതിയെ അറിയിക്കാനും തൊണ്ടി സാധനങ്ങൾ തുടരന്വേഷണത്തിന് ആവശ്യമുണ്ടെന്ന് മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കാനും അദ്ദേഹം മുതിർന്നില്ല. തന്മൂലം ക്രൈംബ്രാഞ്ച് കേസ് ക്ലോസ് ചെയ്ത് 6 മാസം കഴിഞ്ഞപ്പോൾ 1993 ജൂണിൽ പതിവുള്ള ഔദ്യോഗിക രീതി അനുസരിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് അഭയ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി സാധനങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടത്. ഇതേ വർഗീസ് പി തോമസ് തന്നെയാണ് അഭയയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ആദ്യമായി പരസ്യമായും അസന്നിഗ്ധമായും പൊതുജനമധ്യത്തിൽ പ്രസ്താവിക്കുന്നത്. CBIയിൽ നിന്നും രാജിവെച്ച ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ തൻ്റെ രാജിക്ക് കാരണമായി അദ്ദേഹം പറയുന്നത് അഭയ കേസ് ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ തനിക്കുണ്ടായ സമ്മർദ്ദമാണ്. എന്നാൽ വർഗീസ് പി തോമസിൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന SP N ത്യാഗരാജൻ കേരള ശബ്ദം വാരികയ്ക്ക് 2008 ഒക്ടോബറിൽ നൽകിയ അഭിമുഖത്തിൽ സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയായിരുന്നിട്ടും അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തമേൽപ്പിച്ച വർഗീസ് പി തോമസ് കൊലപാതകമാക്കി മാറ്റി എന്നാണ്. N ത്യാഗരാജൻ്റെ നേതൃത്വത്തിൽ കോൺവെന്റിൽ പോയി പലരെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് CBIക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. വർഗീസും അത് അംഗീകരിച്ചിരുന്നു. പക്ഷേ ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നിടത്തോളം കാലതാമസമുണ്ടാക്കണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കുന്ന പല കേസുകളെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് വർഗീസ് ത്യാഗരാജനോട് പറഞ്ഞു. സത്യം ഒരിക്കലും മറച്ചു പിടിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ത്യാഗരാജൻ മറുപടിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വർഗീസ് പി തോമസ് അകാരണമായ കാലതാമസമുണ്ടാക്കിക്കൊണ്ടിരുന്നു. 16/7/1993 ത്യാഗരാജൻ എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കേസ് ഡയറി വാല്യം 5 പേജ് 184 പറഞ്ഞിരിക്കുന്നത് വർഗീസ് പി തോമസ് അതുവരെയുള്ള കാലയളവിൽ ആകെ ചെയ്തത് ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യുക മാത്രമായിരുന്നെന്നാണ്. കേസ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വർഗീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. കേസ് ഡയറി വാല്യം 5 പേജ് 193. അതുവരെയുള്ള വിവരങ്ങൾ നൽകാത്തതിനാൽ 13/8/93 പ്രോഗ്രസ് റിപ്പോർട്ട് അയക്കാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് ത്യാഗരാജൻ 18/9/93 വർഗീസ് പി തോമസിന് മെമ്മോ നൽകുകയുണ്ടായി. പ്രസക്ത വിവരങ്ങൾ ഉടനടി നൽകാനും ആവശ്യപ്പെട്ടു. വർഗീസിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ത്യാഗരാജൻ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടി നേരിടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് വർഗീസ് പി തോമസ് CBIയിൽ നിന്നും രാജിവെക്കുന്നതും പ്രസ്തുത പത്രസമ്മേളനം നടത്തുന്നതും. അഭയയുടെ ആത്മഹത്യ കൊലപാതകമാണെന്ന് ആരോപിച്ചതിലൂടെ സത്യാവസ്ഥ അറിയാവുന്ന വർഗീസ് ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നും ത്യാഗരാജൻ കേരള ശബ്ദത്തിൽ എഴുതുന്നുണ്ട്. സിസ്റ്റർ ഷെഫി, ഫാദർ കോട്ടൂർ, ഫാദർ പുതിർക്കയിൽ എന്നിവരെ കേസിലേക്ക് വലിച്ചിഴച്ചതിൻ്റെ പിന്നിൽ ആര്? ആദ്യത്തെ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സിസ്റ്റർ ഷെഫി, ഫാദർ ജോസ് പുതിർക്കയിൽ, ഫാദർ തോമസ് കോട്ടൂർ എന്നിവരെ ചോദ്യം ചെയ്താൽ അഭയ കൊലക്കേസിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് സൂചിപ്പിക്കുന്ന OSH സന്യാസി സഭാംഗമായ ഫാദർ താഴപ്പള്ളിയുടെ
കത്ത് CBIക്ക് ലഭിക്കുന്നത്. ഫാദർ താഴപ്പള്ളിയുടെ പ്രസ്തുത കത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വൈരാഗ്യബുദ്ധി ഒന്നു മാത്രമാണ്. കോട്ടയം അതിരൂപതയുടെ മുഖപത്രമായ അപ്നാദേശിൻ്റെ മാനേജരായിരുന്ന പ്രസ്തുത വൈദികൻ്റെ പേരിൽ സാമ്പത്തിക തിരിമറി ആരോപിക്കപ്പെടുകയും ഫാദർ കോട്ടൂർ അടക്കമുള്ള അന്വേഷണ കമ്മീഷൻ അത് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. BCM കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്ന ഫാദർ പുതിർക്കലിനും അപ്നാദേശിൽ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അപ്നാദേശിൻ്റെ ഓഫീസിലായിരുന്നു സിസ്റ്റർ സെഫി ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധങ്ങൾ കൂട്ടിക്കെട്ടി ഫാദർ താഴപ്പള്ളിയുടെ കുബുദ്ധിയിലാണ് ആദ്യമായി ഇവരുടെ മൂവരുടെയും പേരുകൾ അഭയക്കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. ഫാദർ താഴപ്പള്ളിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ CBI അന്വേഷണത്തിൽ തന്നെ വൈദികരെയും കന്യാസ്ത്രീയെയും ചോദ്യം ചെയ്യുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. CBIയുടെ ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളിക്കളയുകയും സത്യസന്ധമായി കേസന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചത് CBI DYSP സുരീന്ദർ പാലിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. ആദ്യത്തെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്തവരെ എല്ലാം വീണ്ടും ചോദ്യം ചെയ്തു. മരണം പഠിക്കാൻ ഡെമ്മി ടെസ്റ്റ് നടത്തി. താഴപ്പള്ളിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട വൈദികരെയും കന്യാസ്ത്രീയെയും പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി. പക്ഷേ ഫലം നെഗറ്റീവായിരുന്നു. വീണ്ടും വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ CBI രണ്ടാമത്തെ ഫൈനൽ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. വൈദികരെയും കന്യാസ്ത്രീയെയും പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. അവരുടെ മേലുള്ളത് കെട്ടിച്ചമച്ച ആരോപണം മാത്രമാണെന്നതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. തോമസ് താഴപ്പള്ളി ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ചമയ്ക്കുന്ന വ്യക്തിയാണെന്നും സിബി ജേക്കബ് എന്നയാളെ സ്വഭാവഹത്യ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഏറ്റുമാനൂർ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും വൈദികർക്കും കന്യാസ്ത്രീക്കുമെതിരെ താൻ ഉന്നയിച്ച ആരോപണത്തിന് യാതൊരുവിധ തെളിവുകളും തൻ്റെ പക്കലില്ല എന്നും ഫാദർ താഴപ്പള്ളി സമ്മതിച്ചുവെന്നും CBI തങ്ങളുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അഭയയുടേത് സ്വാഭാവിക മരണമല്ലെന്നും കൊലപാതകമാണെന്നും എല്ലാവിധത്തിലും ശ്രമിച്ചിട്ടും കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും അതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നും CBI തങ്ങളുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. നിർണായക തെളിവുകൾ പോലീസ് നശിപ്പിച്ചതിനാലാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്തതെന്നാണ് CBI വാദിച്ചത്. എന്നാൽ 2000 ആണ്ട് ജൂൺ 23-ന് CBIയുടെ രണ്ടാമത്തെ ഫൈനൽ റിപ്പോർട്ടും കോടതി തള്ളിക്കളഞ്ഞു. പുനരന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിക്കാൻ CBIക്ക് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആന്റണി T. മൊറൈസ് നിർദ്ദേശം നൽകി. ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ് അടക്കം നൂതന ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും ആ നിർദ്ദേശത്തിലുണ്ടായിരുന്നു. 2 വട്ടവും കേസ് കോടതി തള്ളുകയും CBI കോടതിയിൽ ശകാരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ CBIയുടെ ഡൽഹി യൂണിറ്റ് അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണത്തിൻ്റെ നേതൃത്വം RR സഹായിക്കായിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 വൈദികരുടെയും കന്യാസ്ത്രീയുടെയും ബ്രെയിൻ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്തി. വീണ്ടും വിശദമായ അന്വേഷണങ്ങൾ നടന്നു. വർഷങ്ങൾ കഴിഞ്ഞ് 2005 ഓഗസ്റ്റ് 25-ന് അഭയയുടെ മരണത്തിൽ വൈദികർക്കും കന്യാസ്ത്രീക്കും പങ്കില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ CBI മൂന്നാമത്തെ ഫൈനൽ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് 2006 ഓഗസ്റ്റ് 21-ന് കേസന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി വീണ്ടും CBI ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി.
നാർക്കോ ടെസ്റ്റ് നടത്തണമെന്നും പറഞ്ഞ് എതിർഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചു. വാദങ്ങൾ ശ്രവിച്ച പുതിയ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CBIയുടെ കഴിവുകേടിനെയും അശ്രദ്ധയെയും നിഷിദ്ധമായി വിമർശിക്കുകയും പോലീസ് തെളിവ് നശിപ്പിച്ചുവെന്ന് പറഞ്ഞ് കേസിൽ നിന്ന് കൈകഴുകി മാറാനാവില്ലെന്ന് CBIയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ CBI അഭ്യർത്ഥന പ്രകാരം മാർ മാത്യു മൂലക്കാട്ടിൻ്റെ സർക്കുലറിൽ അച്ചന്മാർക്കാർക്കെങ്കിലും അഭയാക്കേസ് സംബന്ധമായ എന്തെങ്കിലും സൂചനകൾ നൽകാൻ കഴിയുമെങ്കിൽ അത് എത്രയും വേഗം തന്നെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആവശ്യമായ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സഹായകരമാകുവാൻ വൈദികരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ CBIക്ക് കൈമാറുമെന്നും മെത്രാൻ സർക്കുലറിൽ സൂചിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ ഫൈനൽ റിപ്പോർട്ടും കോടതി തള്ളിയ സാഹചര്യത്തിൽ ഡൽഹിയിൽ നിന്നുള്ള RM കൃഷ്ണ, B അഗർവാൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീം പുതിയ അന്വേഷണം തുടങ്ങി. വൈദികരെയും കന്യാസ്ത്രീയെയും 2007 നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കി. എങ്കിലും കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള യാതൊരു തെളിവുകളും കിട്ടാത്ത സാഹചര്യത്തിൽ CBIക്ക് 2008 സെപ്റ്റംബർ 4 കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ നിന്നും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡൽഹി യൂണിറ്റിൽ നിന്നും അന്വേഷണം വീണ്ടും കേരള ഘടകത്തിലേക്ക് മാറ്റണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 16 വർഷത്തോളം അന്വേഷിച്ചിട്ടും കേസ് എവിടെയും എത്താത്തതിൻ്റെ നിരാശയിലും കോടതിയുടെ നിരന്തരമായ ശകാരങ്ങളുടെയും വിമർശനങ്ങളുടെയും പശ്ചാത്തലത്തിലും കേസ് കേരള ഘടകത്തിലേക്ക് മാറി വന്നപ്പോൾ കേസ് ഏൽപ്പിക്കപ്പെട്ടത് CBI DYSP നന്ദകുമാരൻ നായർക്കാണ്. 2008 നവംബർ 1 ചാർജ് എടുത്ത നന്ദകുമാരൻ നായർ 15 വർഷം CBI ഉദ്യോഗസ്ഥർ മാറി മാറി അന്വേഷിച്ച കേസിൽ വെറും 17 ദിവസം കൊണ്ട് 2008 നവംബർ 18, 19 തീയതികളിൽ അഭയ കേസിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 16 വർഷം അന്വേഷിച്ചിട്ട് തെളിയിക്കാൻ സാധിക്കാതിരുന്ന കേസ് നന്ദകുമാരൻ നായർ 16 ദിവസം കൊണ്ട് തെളിയിക്കുന്നതും തെളിവുകളും സാക്ഷികളും മാനത്ത് നിന്നതുപോലെ പൊട്ടി വീഴുന്നതും അത്ഭുതത്തോടുകൂടി മാത്രമേ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അറസ്റ്റ് ചെയ്തവരെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് 2009 ജനുവരി 2 ജസ്റ്റിസ് ഹേമ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഫാദർ താഴപ്പള്ളിയുടെ കത്തിലൂടെ ആദ്യ CBI അന്വേഷണം മുതൽ തന്നെ 3 പേരിലേക്ക് മാത്രമായി കേസന്വേഷണം ചുരുങ്ങി. അവരാണ് പ്രതികളെന്ന് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ലഭിക്കാതെ CBI ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. അതിൻ്റെ കാരണം ആ 3 പേര് ഈ അസ്വാഭാവിക മരണവുമായി യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിരുന്നില്ലായിരുന്നു എന്നുള്ളതല്ലേ. എന്നാൽ കോടതിയുടെ തുടർച്ചയായ ശകാരങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടേണ്ടത് CBIയുടെ വിശ്വാസ്യത സമൂഹത്തിൽ നിലനിർത്താൻ ആവശ്യമായി വന്നു. അഭയയുടേത് കൊലപാതകമാണ് എന്നതിന് തെളിവുകളുണ്ടോ, അഭയെ കൊന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വൈദികരും കന്യാസ്ത്രീയുമാണ് എന്നതിന് തെളിവുകളുണ്ടോ എന്നുള്ളതൊന്നും അന്ന് ആർക്കും പ്രശ്നമായി തോന്നിയില്ല. എല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. പ്രതികളും തെളിവുകളും സാക്ഷികളുമെല്ലാം CBI കുറ്റപത്രത്തിൽ ആദിയിലെ പ്രപഞ്ച സൃഷ്ടി പോലെ ശൂന്യതയിൽ നിന്ന് ഉരുവാക്കപ്പെട്ടു വന്നു. കുറ്റപത്രത്തോടൊപ്പം പ്രതികൾക്കെതിരെയുള്ള തെളിവുകളായി കോടതിയിൽ ഹാജരാക്കപ്പെട്ട നാർക്കോ അനാലിസിസിൻ്റെ CD പരിശോധിച്ച ജസ്റ്റിസ് ഹേമ വിധിയിൽ ഇങ്ങനെ എഴുതി: എഡിറ്റ് ചെയ്യാത്ത ഒരു CD പോലും എനിക്ക് കണ്ടെത്താനായില്ല. ഒരു വിദഗ്ധൻ്റെ സഹായമില്ലാതെ തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ CDകളിലെ എഡിറ്റിങ് ആർക്കും തിരിച്ചറിയാൻ കഴിയും.
എഡിറ്റ് ചെയ്യാത്ത ഒരു CD പോലും CBI നൽകിയിട്ടില്ല എന്നതിനാൽ എഡിറ്റ് ചെയ്തതും ദുരുപയോഗിക്കപ്പെട്ടതുമായ ഈ CDകളും നാർക്കോ അനാലിസിസിൻ്റെ റിപ്പോർട്ടുകളും അന്വേഷണത്തെ വഴിതെറ്റിക്കും. ജസ്റ്റിസ് ഹേമയുടെ വിധിയിൽ നാർക്കോ ടെസ്റ്റ് ഒറിജിനൽ CD കണ്ടെത്തണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന് CBI നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് അഭയയുടെ പിതാവ് തോമസ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായർക്കും ഡോക്ടർ മാലിനിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തു. ഇതേ തുടർന്ന് നന്ദകുമാരൻ നായർ ബാംഗ്ലൂരിൽ പോയി ഡോക്ടർ മാലിനിയിൽ നിന്ന് ഒറിജിനൽ CD കൈപ്പറ്റി കോടതിയിൽ ഹാജരാക്കി. ഈ CD കോടതി തിരുവനന്തപുരം സിഡാക്കിൽ പരിശോധനയ്ക്കയച്ചു. എന്നാൽ തങ്ങൾക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്ന് പറഞ്ഞ് അവർ CD തിരികെ നൽകി. കോടതി വീണ്ടും CD സിഡിറ്റിൽ പരിശോധനയ്ക്കായി അയച്ചു. സിഡിറ്റ് ഡയറക്ടർ K മോഹൻകുമാർ, ചീഫ് എഡിറ്റർ രമേശ് വിക്രമൻ, സൗണ്ട് റെക്കോർഡിസ്റ്റ് പിങ്കി വാസൻ എന്നിവർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇത് ഒറിജിനൽ CD അല്ല എന്നാണ്. മാത്രമല്ല ഇതിൽ വ്യാപകമായി എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും അവർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ പിന്നീട് നാർക്കോ അനാലിസിസ് റിപ്പോർട്ട് കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. CBIക്ക് വേണ്ടി അഭയ കേസിലെ കുറ്റ ആരോപിതരുടെ നാർക്കോ പരിശോധന നടത്തിയ മാലിനിയുടെ പ്രവർത്തനങ്ങൾ 2007 ജൂലൈ മുതൽ നിരീക്ഷിച്ചു വരുന്നതായും ഇവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും ആയതിനാൽ പൊതുജന താൽപ്പര്യം മുൻനിർത്തി അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കർണാടക പോലീസ് ഡയറക്ടർ ജനറൽ R ശ്രീകുമാർ കർണാടക ആഭ്യന്തര വകുപ്പിനോട് കത്തുമൂലം ആവശ്യപ്പെടുകയും അതേ തുടർന്ന് സർവീസ് നീട്ടിക്കെട്ടാൻ വ്യാജരേഖ ചമച്ചതിൻ്റെയും മറ്റ് കുറ്റകൃത്യങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന മാലിനിയെ പിരിച്ചുവിടാൻ കർണാടക ആഭ്യന്തരമന്ത്രി ആചാര്യ ഉത്തരവിടുകയും ചെയ്തു. ജോലിയിൽ കയറുന്നതിന് തന്നെ കൃത്രിമത്വം കാണിച്ച ഒരു സ്ത്രീ CBIക്ക് വേണ്ടി നാർക്കോ CD എഡിറ്റ് ചെയ്തു എന്ന് കരുതുന്നതെങ്കിൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. എഡിറ്റ് ചെയ്ത് വെട്ടിത്തിരുത്തിയ ഈ CDകൾ മാധ്യമങ്ങൾക്ക് കൈമാറിയവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? പൊതുജന ബോധത്തിലേക്ക് ഈ 3 പേർ കൊലപാതകികളാണെന്ന് സ്ഥാപിച്ചെടുക്കാനായി നാർക്കോ CD മാധ്യമങ്ങൾക്ക് നൽകിയതിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. എന്നാൽ കുറ്റ ആരോപിതർ തെറ്റുകാരെന്ന പൊതുബോധം വളർത്താൻ നിർണായക പങ്ക് വഹിച്ച വെട്ടിത്തിരുത്തിയ നാർക്കോ അനാലിസിസ് പരിശോധന കോടതി വിധിയിൽ പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. കേസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരിടത്തും പരാമർശമില്ലാത്ത അടയ്ക്ക രാജു 2008 ശേഷം പൊടുന്നനെ സാക്ഷിപ്പട്ടികയിൽ ഇടം കിട്ടിയ ആളാണ്. അതിനർത്ഥം നന്ദകുമാരൻ നായർ എന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അഭയ കേസ് CBI ഏറ്റെടുത്തതിന് ശേഷം അവർ കൊണ്ടുവന്ന കള്ളസാക്ഷിയെന്ന് വ്യക്തമാണ്. പ്രതിയെ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വിധിപ്രസ്താവത്തിലേക്ക് നയിച്ച പ്രധാന സാക്ഷിമൊഴി. 3 ദിവസം ചാനലുകളുടെ മുമ്പിൽ അടയ്ക്ക രാജു നടത്തിയ വെളിപ്പെടുത്തലുകളാണ് നീതിബോധമുള്ള ഏതൊരു പൗരനെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത്. സംഭവ ദിവസം താൻ കഞ്ചാവടിച്ച് നടന്നപ്പോഴാണ് പ്രതികളായ വ്യക്തികളെ കണ്ടതെന്നായിരുന്നു രാജുവിൻ്റെ വെളിപ്പെടുത്തൽ. ഞാൻ അവിടുത്തെ ചന്തക്കകത്തല്ലേ പണിക്കാരനാണ്. ഞാൻ ചന്തയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അന്നൊന്നും ഞാൻ ഈ കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല. കഞ്ചാവ് വലിച്ച് ഇങ്ങനെ രാത്രി ഇങ്ങനെ അടിച്ച് നൂലായിട്ട് അതിലൊക്കെ നടക്കും. അങ്ങനെ പോയി എൻ്റെ കണ്ണിൽ പെട്ടതാണ്. എന്നിട്ട് അവർ എന്നെ കളനുമാക്കി. മനസ്സിലായോ? ദൃശ്യമാധ്യമങ്ങളിൽ വന്നതും
സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതുമായ അടയ്ക്ക രാജുവിൻ്റെ മറ്റൊരു വീഡിയോ സാക്ഷിമൊഴികളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു. തത്സമയ റിപ്പോർട്ടിങ്ങിൽ അടയ്ക്ക രാജു പോരെ, ഇനി കള്ളു കുടിക്കാൻ കാശുത എന്നാവശ്യപ്പെടുന്നത് ആരോ തന്നെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചത് തത്ത പറയുന്നത് പോലെ ചാനലുകാരുടെ മുമ്പിൽ ആവർത്തിക്കുന്നതാണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു അപ്പനായിട്ട് തന്നെ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പോരെ ഇനി കാശ് വെച്ച കണ്ടു. കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് താൻ കണ്ട ഒരു സംഭവത്തെയോ വ്യക്തികളെയോ പതിറ്റാണ്ടുകൾക്കിപ്പുറം പോയിട്ട് മണിക്കൂറുകൾ പോലും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. മദ്യപാനികൾ പറയുന്നത് കള്ളിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കള്ളിൻ്റെ പല മടങ്ങ് മാരകമായ കഞ്ചാവ് ഉപയോഗിച്ച സമയത്ത് ഒരു മനുഷ്യൻ കണ്ടുവന്ന് പറയുന്ന വാക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കുകയും ആ മനുഷ്യനെ നെഞ്ചിലേറ്റി ആരാധിക്കുകയും ചെയ്യുന്നു. വീരപുരുഷനായി ഇപ്പോൾ പ്രകീർത്തിക്കപ്പെടുന്ന അടയ്ക്ക രാജുവിൻ്റെ ഏക സാക്ഷിമൊഴിയാണ് കേസിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്. എന്നാൽ അടയ്ക്ക രാജുവിൻ്റെ മൊഴിയിൽ വിവിധ വൈരുദ്ധ്യങ്ങളുണ്ട്. താൻ കഞ്ചാവ് അടിച്ച് നൂലായി നടന്നപ്പോൾ തൻ്റെ കണ്ണിൽ പെട്ടതാണെന്നതാണ് ഏറ്റവും അവസാനത്തെ മൊഴി. 16 വർഷങ്ങൾ ഇത്തരത്തിൽ യാതൊരു വെളിപ്പെടുത്തലും നടത്താതിരുന്ന അടയ്ക്ക രാജു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ മൊഴിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരമൊരു വെളിപ്പെടുത്തലിലെ അസ്വാഭാവികത പോലും സംശയിക്കാൻ സാമാന്യജനത്തിന് കഴിയാതെ പോകുന്നിടത്താണ് മാധ്യമങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിധത്തിൽ നൽകപ്പെട്ട മൊഴികൾ പരിശോധിക്കുമ്പോഴും രാജു പറയുന്ന സമയങ്ങളും സ്ഥലങ്ങളും തമ്മിലും രാജു പറയുന്ന സമയവും വിധിയിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന സമയവും തമ്മിലും പ്രകടമായ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥിരതയില്ലായ്മയായിരിക്കാം നീതിക്ക് വേണ്ടി ദൈവം അവശേഷിപ്പിച്ചിരിക്കുന്ന അവസാന പിടിവള്ളികളിൽ ഒന്ന്. സംഭവ ദിവസം പാതിരാത്രി ഏകദേശം 12:30 കോൺവെന്റിനടുത്തുള്ള തൻ്റെ വീടിന് സമീപം കോട്ടൂരച്ചൻ്റെ സ്കൂട്ടർ കണ്ടു എന്നാണ് സഞ്ജു പി മാത്യു മൊഴി നൽകിയത്. എന്നാൽ വിസ്താരവേളയിൽ അത് CBI സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചതാണെന്ന് സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CBIയുടെ മറ്റൊരു സാക്ഷിയായ കളർകോട് വേണുഗോപാലൻ നായരും ഇത്തരത്തിലുള്ള മറ്റൊരു വ്യാജ സാക്ഷിയാണ്. തനിക്ക് 3-ാം കുറ്റ ആരോപിതയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് കോട്ടൂരച്ചൻ കുറ്റസമ്മതം നടത്തിയെന്നും ലോഹയ്ക്കുള്ളിൽ ഒരു പച്ച മനുഷ്യനുണ്ടെന്നും പറഞ്ഞുവെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. തൻ്റെ മേലധികാരികളും ഇതേ വികാരങ്ങളുള്ള മനുഷ്യരാണെന്നും അതിനാൽ അവർ തന്നെ മനസ്സിലാക്കുകയും ഈ കേസിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും മൊഴിയിൽ തുടരുന്നു. എന്നാൽ തനിക്ക് കാര്യമായ യാതൊരു ബന്ധവുമില്ലാത്ത വേണുഗോപാലൻ നായരുടെ മുമ്പിൽ ഫാദർ തോമസ് കോട്ടൂർ ഇത്തരമൊരു നാണംകെട്ട കുറ്റസമ്മതം നടത്തുകയും സഹായം തേടുകയും ചെയ്തു എന്നുള്ളത് തികച്ചും അവിശ്വസനീയവും അതീവ ദുർബലവുമായ ഒരു ആരോപണം മാത്രമാണ്. മറ്റു പല കക്ഷികളെയും CBI ചോദ്യം ചെയ്തിരുന്നു. 3 കുറ്റ ആരോപിതർക്കും സ്വഭാവ ഗുണമില്ലെന്നാണ് അതിൽ നിന്ന് CBI കണ്ടെത്തിയത്. എന്നാൽ ഊഹാപോഹങ്ങളുടെയും കേട്ടുകേൾവികളും അല്ലാതെ യാതൊരു തെളിവുകളും അതുമായി ബന്ധപ്പെട്ട് CBIയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. CBI മുന്നോട്ട് വച്ച വൈദികരടക്കമുള്ളവരുടെ മൊഴികൾ അപ്രസക്തമാണെന്ന് ജസ്റ്റിസ് ഹേമ നിരീക്ഷിച്ചിരുന്നു. കാരണം വെറും കേട്ടുകേൾവികൾ മാത്രമാണ് ആ മൊഴികളുടെ എല്ലാം പിന്നിൽ ഉണ്ടായിരുന്നത്. ഏത് വിധേനയും 3 കുറ്റാരോപിതരും മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള
സംഘടിത ശ്രമമാണ് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. CBI കസ്റ്റഡിയിലെടുത്ത് നിർബന്ധിച്ചതിനെ തുടർന്നാണ് കന്യാകത്ത പരിശോധനയ്ക്ക് സിസ്റ്റർ സെഫി സമ്മതം നൽകിയത്. ഏതെങ്കിലും വിധത്തിൽ അവരുടെ സ്വഭാവം മോശമാണെന്ന് തെളിയിക്കണമെന്ന് CBIക്ക് നിർബന്ധമുണ്ടായിരുന്നു താനും. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കന്യാകത്ത പരിശോധനയ്ക്ക് വരെ സിസ്റ്റർ സെഫി തയ്യാറായി. കസ്റ്റഡിയിൽ തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ പരിശോധനയ്ക്കായി അവരെ കൊണ്ടുപോയത്. പരിശോധന നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലളിതാംബിക സിസ്റ്റർ സെഫി കന്യക തന്നെയാണെന്ന് പ്രഖ്യാപിച്ചത് CBIയുടെ ശിരസിലേറ്റ മറ്റൊരു ആഘാതമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ രമ വഴിയായി. പക്ഷേ CBI തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കുക തന്നെ ചെയ്തു. സിസ്റ്റർ സെഫിയുടെ കന്യാകത്വം സർജറിയിലൂടെ പുനഃസ്ഥാപിച്ചതാണെന്നും കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചുവെന്നും അവർ CBIക്ക് വേണ്ടി റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി. കന്യകയും നിഷ്കളങ്കയുമായ ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിൽ ഇത്രമാത്രം അവഹേളിതയാക്കുവാനല്ലാതെ പ്രസ്തുത പരിശോധനയും വ്യാജ റിപ്പോർട്ടും എന്തിനാണ് ഉപകരിക്കുകയെന്ന് ജസ്റ്റിസ് ഹേമ എടുത്ത് ചോദിക്കുകയാണ്. കന്യാകത്ത പരിശോധനയ്ക്ക് വിധേയമാകണമെന്നത് നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. താൻ കന്യകയാണെന്ന് ഉറപ്പുണ്ടായിരുന്ന സിസ്റ്റർ സെഫി സിസ്റ്റർ അഭയുടെ മരണത്തിന് 15 വർഷങ്ങൾക്ക് ശേഷവും നിയമപരമായി നിഷ്പ്രയാസം ഒഴിവാക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് കൂടി കന്യാകത്ത പരിശോധനയ്ക്ക് സന്നദ്ധയായത് വൈദ്യശാസ്ത്രം തന്നെ തുണയ്ക്കുമെന്ന ഉറപ്പ് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ അവിടെ അവർ നിഷ്കരണം ചതിക്കപ്പെടുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. സിസ്റ്റർ സെഫി സന്നദ്ധയായതിനാൽ മാത്രം നടത്തിയ കന്യാകത്ത പരിശോധനയിൽ കന്യാചർമ്മത്തിന് അതുവരെയും ക്ഷതമേറ്റിരുന്നില്ലാത്തതിനാൽ അവർ കന്യകയാണെന്ന് തെളിയുകയും CBI പ്രതിരോധത്തിൽ ആയിത്തീരുകയും ചെയ്തു. 3 പേർ തമ്മിൽ നടന്ന ലൈംഗിക ബന്ധത്തിന് ദൃക്സാക്ഷിയായതിനാൽ അതുകൊണ്ട് മാത്രമാണ് അഭയ കൊല്ലപ്പെട്ടത് എന്ന തിയറി നിലനിൽക്കണമെങ്കിൽ ഏത് വിധേനയും സിസ്റ്റർ സെഫി കന്യകയല്ല എന്ന് സ്ഥാപിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് ഒരു വിധത്തിലും വിശ്വാസയോഗ്യമല്ലാത്ത ഹൈമനോപ്ലാസ്റ്റി എന്ന കെട്ടുകഥ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഈ വിഷയം വ്യക്തമായി പഠിച്ചവർ അഭിപ്രായപ്പെടുന്നു. ഹൈമനോപ്ലാസ്റ്റി ചെയ്തു എന്ന് സ്ഥാപിക്കാൻ CBI ശ്രമിച്ചത് വ്യക്തമായ വിശദാംശങ്ങൾ കൂടാതെയായിട്ടും എതിർഭാഗം വക്കീലന്മാരുടെ വാദങ്ങളെ മുഖവിലക്കെടുക്കാതെ ഹൈമനോപ്ലാസ്റ്റി വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സിസ്റ്ററിൻ്റെ ശരീരത്തിലെ പാടുകൾ പോലും ശസ്ത്രക്രിയയുടെ ഫലമാണെന്ന് വരുത്തി തീർക്കുന്ന റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ എഴുതി ചേർത്ത് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ഏത് ആശുപത്രിയിലാണ് അവർ ഈ ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. അക്കാലത്ത് ഇന്ത്യയിൽ ഒരിടത്തും അപ്രകാരം ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നുമില്ല. സിസ്റ്റർ സെഫി ആകട്ടെ ഇന്ത്യക്ക് വെളിയിൽ ഒരിക്കലും യാത്ര ചെയ്തിട്ടുമില്ല. തനിക്കെതിരെ നടത്തിയ ഈ പരാമർശത്തിനെതിരെ സിസ്റ്റർ സെഫി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു. കോടതി നിശ്ചയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പാകെ തൻ്റെ കന്യാകത്വം തെളിയിക്കാമെന്നും വാദിച്ചു. പ്രസ്തുത കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർ വിധേയരാക്കപ്പെട്ട പോളിഗ്രാഫ് ടെസ്റ്റിൻ്റെയും ബ്രെയിൻ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെയും റിസൾട്ടുകൾ നെഗറ്റീവാണെന്ന് CBI തന്നെ സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി CBI എഡിറ്റ് ചെയ്ത നാർക്കോ CD-കളാകട്ടെ കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു.
കുറ്റാരോപിതരുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള മറ്റ് യാതൊരു തെളിവുകളും CBIയുടെ പക്കൽ ഉണ്ടായിരുന്നുമില്ല. അഭയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന പരാമർശം കേസിൻ്റെ ഒരു രേഖയിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുമില്ല. മൃതശരീരം കിണറ്റിൽ നിന്ന് എടുത്തവരുടെ വാക്കുകളിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അങ്ങനെയൊന്ന് ഇല്ലതാനും. പിന്നെ എവിടെ നിന്ന് വന്നു? CBIയുടെ കുറ്റപത്രത്തിൽ മാത്രമാണ് ഈ ആരോപണങ്ങൾ എല്ലാം ഉള്ളത്. അത് സാധൂകരിക്കാൻ സാധിക്കുന്ന തെളിവുകളും അവരുടെ പക്കൽ ഇല്ല തന്നെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും സിസ്റ്ററുടെ ദേഹത്ത് തൊലിപ്പുറത്ത് ഉരഞ്ഞുണ്ടായതുപോലെയുള്ള മുറിവുകളും പിൻഭാഗത്ത് താഴെ വീണപ്പോൾ ഉണ്ടായ ചതവും ഒഴികെ ആഴമായ യാതൊരുവിധ മുറിവുകളും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. മരണകാരണം ഇത്തരത്തിൽ ഒരു മുറിവിനാലാണെന്നോ ദേഹോപദ്രവത്താലാണെന്നോ റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല. മാത്രവുമല്ല, അഭയ കോടാലി കൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന അടുക്കളയിൽ എവിടെയും ഒരു തുള്ളി ചോര പോലും വീണിരുന്നില്ല. അടുക്കളയിൽ വെച്ച് കോടാലി അല്ലെങ്കിൽ ചുറ്റികയ്ക്ക് അടിച്ചു എന്ന CBIയുടെ വാദത്തെ അംഗീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ അടുക്കളയിലോ കോടാലിയിലോ ചുറ്റികയിലോ സിസ്റ്റർ അഭയുടേതായി കണ്ടെത്തിയ തലമുണ്ടിലോ രക്തത്തിൻ്റെ അംശം ഉള്ളതായി കുറ്റപത്രത്തിൽ എവിടെയും പറയുന്നില്ല. ഇത്തരം വ്യാജ കഥകളും ഭാവനകളുമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ പൊതുജനത്തിൻ്റെ ബോധത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സംഭവ ദിവസം സിസ്റ്റർ സെഫി താഴെയുള്ള താമസമുറിയിൽ ആ ദിവസം ഒറ്റയ്ക്കായിരുന്നു എന്നതാണ് സെഫിയെ പ്രതിയാക്കാനുള്ള ഏക കാരണം. അപ്പോഴും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് പുറമേ നിന്നൊരാൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റർ സെഫി തന്നെയാണ് അവരെ പ്രവേശിപ്പിച്ചത് എന്നതിന് എന്താണ് തെളിവായി ലഭിച്ചിട്ടുള്ളത്? ഡൈനിങ് റൂമിലേക്ക് ആർക്കും ഗോവണി വഴി നേരിട്ട് വരാമെന്നിരിക്കെ സിസ്റ്റർ സെഫിയെ തന്നെ പ്രതിയാക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇതിനായി സിസ്റ്റർ സെഫിയെ ഒരു മോശം സ്ത്രീയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് CBI ചെയ്തത്. കോൺവെന്റിലുള്ള ഒരാൾ കൊലപാതകത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അടുക്കളയിൽ അവശേഷിപ്പിച്ച തെളിവുകൾ മറയ്ക്കാൻ അവർ ശ്രമിക്കുമായിരുന്നില്ലേ? ആത്മഹത്യയെന്ന് കരുതാവുന്ന ഒരു മരണത്തെ കൊലപാതകമാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള സംഭവിക്കാവുന്ന അബദ്ധങ്ങളാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്. CBI ഉന്നയിച്ച ഇപ്പറഞ്ഞ സാഹചര്യങ്ങളാണ് വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമായത്. ജഡ്ജി തനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി എഴുതുകയും ചെയ്തു. അഭയയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് ഫോട്ടോഗ്രാഫർ വർഗീസിന്റെ മൊഴിയാണ്. വർഗീസ് എടുത്ത ഫോട്ടോയിൽ കഴുത്തിന് ഇരുവശത്തും നഖത്തിന്റെ പാടുകൾ കണ്ടുവെന്നാണ് മൊഴി. എന്നാൽ പ്രസ്തുത ഫോട്ടോകൾ ഇപ്പോൾ ലഭ്യമല്ല. അതേസമയം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഈ നഖപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ടുമില്ല. അത് ഡോക്ടർ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാമെന്ന് പറഞ്ഞ് കോടതി മുഖവിലക്കെടുത്തത് വർഗീസിന്റെ വാക്കുകളാണ്. രണ്ടാമത്തേത് അടയ്ക്കാരാജുവിന്റെ മൊഴിയാണ്. താൻ ഫാദർ കോട്ടൂരിനെ കണ്ടുവന്ന മൊഴിയും കോടതി വിശ്വാസത്തിലെടുത്തു. അങ്ങനെ കൊലപാതകവും കൊല ചെയ്ത പ്രതികളും കോടതിക്ക് മുമ്പിൽ വ്യക്തമായി. അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. തികച്ചും ദുർബലവും നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതുമെന്ന് കരുതാവുന്നതുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേർ. അവരിൽ ഒരാൾ ക്യാൻസർ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലുള്ള 73-കാരൻ. മറ്റൊരാൾ
ആധുനിക ലോകത്ത് ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അപമാനം സഹിച്ച് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരുവൾ. ഇവർക്ക് നീതി ഇനിയും വൈകരുത്. ഇനിയും പറയുവാൻ ഏറെയുണ്ട്. ഇതുവരെ പറഞ്ഞ വസ്തുതകൾ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ ബലിയാടുകളോ?